ഹലോ ഹായ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കല്ലേ? ഭയങ്കര ചൂടാണല്ലേ? ഞങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ ഞാനിന്ന് കടച്ചക്ക മസാല ആയിട്ടാണ് വന്നിരിക്കുന്നത്. കടച്ചക്ക ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കട്ടൊന്ന് പോവാനുണ്ട്. ഒരു വലിയ സവാള, പിന്നെ ഒന്നര സവാള, പിന്നെ ഒരു തക്കാളി, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ പെരുംജീരകമാണ് പൊട്ടിച്ചെടുത്തത്. അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് വഴറ്റിയതിന് ശേഷം സവാളയും കൂടി ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് നമ്മൾ സവാള വേഗം വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സവാള ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തതിന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അതിലേക്ക് മസാല ചേർക്കാം. മസാല, ചിക്കൻ മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു ചിക്കൻ ഒക്കെ വെക്കണ ആ ഒരു കൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഈ പാനിൽ ചൂടുവെള്ളം വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ ചൂടോടുകൂടി. അപ്പോൾ ഞാനതൊരു കുക്കറിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് കടച്ചക്ക ഇടുന്നത്. കടച്ചക്ക 2-3 വട്ടം കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ എന്നാലാണ് അതിൻ്റെ കട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ ആ കറിക്ക് ആ കട്ടിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ അതിലേക്ക് കുക്കറിലേക്ക് കഷ്ണങ്ങളൊക്കെ വാരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു വിസിൽ അടിക്കണ വരെ അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഒരു വിസിലടിച്ച് നമ്മൾ ആവിയൊന്നും കളയണ്ട, സ്റ്റവ് ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് ആവി പോയതിന് ശേഷം എടുത്ത കടച്ചക്ക മസാല റെഡി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ചോറ്, കടച്ചക്ക മസാല, പയർ മെഴുക്ക് പുരട്ടി, കൊണ്ടാട്ടമുളക്. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക കടച്ചക്ക മസാല എല്ലാവരും ഉണ്ടാക്കുന്നതാവും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചതാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ എന്താ പറയുക, എനിക്ക് ഈ വോയിസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് വ്യൂസ് അധികം കയറാറില്ല. പക്ഷേ ഞാൻ ഡബ് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ വീഡിയോ ഇതുണ്ടല്ലോ, മറ്റേ ഷോർട്സ്, അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വ്യൂസൊക്കെ കയറുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ കയറാറില്ല. അപ്പോൾ എല്ലാവരും ദയവായി ഞാനും ഒന്ന് കയറി വരട്ടെ നിങ്ങളുടെ കൂടെ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എൻ്റെ എല്ലാ ചാനലിൽ കയറിയിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.